നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ബിനേഷ് കോടിയേരിയെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ CPM മാത്രമല്ല, ഏറ്റവും അടുപ്പമുള്ള പിണറായി വിജയൻ പോലും കൂടെ നിന്നില്ല. ക്യാൻസർ ബാധിതനായി വീട്ടിൽ കഴിഞ്ഞിരുന്ന കോടിയേരിയെ വിളിച്ചു വരുത്തിയാണ് അന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. പാർട്ടിയും ബിനേഷും തമ്മിൽ ബന്ധമില്ല എന്നും വ്യക്തികൾ തെറ്റു ചെയ്താൽ നിയമപരമായ നടപടി കൈക്കൊള്ളണമെന്നും കോടിയേരി അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കോടിയേരി സൗമ്യനായതുകൊണ്ട് പത്രക്കാർ അദ്ദേഹത്തെ അധികം ബുദ്ധിമുട്ടിച്ചില്ല. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കോടിയേരിയുടെ കയ്യിൽ നിന്ന് അവധി അപേക്ഷയും വാങ്ങി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീങ്ങി. ഇതിനെല്ലാം നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണെന്ന് CPIയിലെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞു. പാർട്ടി തനിക്കൊപ്പം നിന്നില്ല എന്ന് കോടിയേരി കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ് പറഞ്ഞതെന്നും നേതാവ് ഓർമ്മിച്ചു. അന്ന് പിണറായി വിജയൻ ഓർത്തില്ല മകളുടെ പേരിൽ താനും ദുഃഖിക്കേണ്ടി വരുമെന്ന്. കേരള ചരിത്രത്തിലെ ഒരു മുഖ്യമന്ത്രിയും കുടുംബവും നേരിടാത്തത്ര ആരോപണങ്ങളും നാണക്കേടുമാണ് പിണറായി വിജയനും കുടുംബത്തിനും ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയിലെ ബഹുഭൂരിപക്ഷത്തിനും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും അവരെല്ലാം പരസ്യ പ്രതികരണം നടത്താതെ അവസരത്തിനായി കാത്തിരിക്കുകയാണ്. G. സുധാകരൻ, MA ബേബി, തോമസ് ഐസക്, S. ശർമ്മ, ചന്ദ്രൻപിള്ള, M. സ്വരാജ്, A. റഹീം, ശ്രീരാമകൃഷ്ണൻ, ശിവദാസൻ അങ്ങനെ നേതാക്കളുടെ വലിയൊരു നിരയുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാറിനെ പോലെയുള്ള ചിലർ മാത്രമാണ് ചാനൽ ചർച്ചകളിൽ പോലും പങ്കെടുത്ത് പിണറായിയെ വാഴ്ത്തുന്നത്. BS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കോടിയേരിയായിരുന്നു ആഭ്യന്തരമന്ത്രി. അന്ന് കോടിയേരിയുടെ മക്കൾക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കുടുംബസമേതം AKG സെന്ററിൽ വിളിച്ചു വരുത്തിയാണ് പിണറായി വിജയൻ ശാസിച്ചത് എന്ന മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ ആരോപണങ്ങളും മാസപ്പടിയിൽ മകൾക്കെതിരെ തെളിവും പുറത്തു വന്നിട്ടും പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് പോയിട്ട് തെറ്റ് തിരുത്തുവാൻ പോലും ശാസിക്കുവാനോ അതിനുപോലും CPM കേന്ദ്ര സംസ്ഥാന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ നേതൃത്വങ്ങൾ തയ്യാറാകുന്നില്ല. ഭൂരിപക്ഷവും പിണറായിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരായി മാറിയിരിക്കുന്നു എന്ന് അർത്ഥം. EP ജയരാജനെ വെട്ടി MV ഗോവിന്ദനെ സെക്രട്ടറി ആക്കിയത് കൊണ്ട് ഗോവിന്ദൻ പിണറായിയുടെ മകൾക്ക് സംരക്ഷണ കവചം ഒരുക്കിയേ തീരൂ എന്നായി എന്ന് പലരും പറയുന്നു. ഒരു നേതാവിന്റെ മകളും ഇത്തരത്തിൽ പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല. മകളെ ന്യായീകരിക്കാനായി മുഖ്യമന്ത്രി പദ്ധതിയിൽ ഇരുന്നു കൊണ്ട് പിണറായി വിജയന് പച്ചക്കള്ളം ആവർത്തിക്കുകയുമാണ്. നട്ടലില്ലാത്ത പ്രതിപക്ഷമായതുകൊണ്ട് മാത്രമാണ് പിണറായി കസേര ഉറപ്പിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നതിൽ കോൺഗ്രസ് ഇത്തരത്തിൽ അധപ്പതിക്കില്ലായിരുന്നു എന്നും പിണറായിയും സർക്കാരും CPMും എത്രത്തോളം നാറുമോ അത്രത്തോളം നാറട്ടെ എന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ സൗഹൃദ സംഭാഷണത്തിൽ പറയുന്നത്. കാരണം ആ നാറ്റം തങ്ങൾക്ക് വോട്ടായി മാറുമെന്ന് ഇവർക്കറിയാം. സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്താതെ അധികാരത്തിലേറുകയും ചെയ്യാം. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ കോഡ, AI ക്യാമറ ഇടപാട്, സ്പ്രിംഗ്ലർ, സ്വപ്നയുടെ ഉൾപ്പെടെ അനധികൃത നിയമങ്ങൾ, K-ഫോണിനെതിരായ ആരോപണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് പിണറായി സർക്കാരിനെതിരെ ഉയർന്നത്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾ കാര്യക്ഷമമായി കേസുകൾ അന്വേഷിച്ചിരുന്നുവെങ്കിൽ പിണറായി സർക്കാരിലെ പലരും അദ്ദേഹത്തിന്റെ മകളും അകത്തായേനെ എന്ന രാഷ്ട്രീയ നിരീക്ഷകരിൽ പലരും ചാനൽ ചർച്ചകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ വിദ്വേഷ പ്രസംഗത്തിന് പോലീസ് കേസെടുത്തിട്ട് 2 മാസം പിന്നിട്ടിട്ടില്ലെങ്കിലും സത്യവാങ്മൂലം സമർപ്പിക്കാൻ 1 മാസം കൂടി വേണമെന്നാണ് കഴിഞ്ഞ ദിവസം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. എന്തിനാണ് ഇത്രയും സമയം? കേന്ദ്ര സർക്കാരിലെ പലരുമായും KV തോമസ് വഴി ഒത്തുതീർപ്പ് നടന്നു എന്ന ആരോപണം പലതവണ ഉയർന്നിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയ ദിവസം അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി സ്വീകരിക്കാനെത്തി. റവന്യൂ മന്ത്രി രാജനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് എങ്കിലും അവസാന നിമിഷം മുഖ്യമന്ത്രി പാഞ്ഞെത്തുകയായിരുന്നു. പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകുവാനും മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി മോദിയുടെ ഇരു കൈകളിലും തൊഴുകൈയോടെ പിടിച്ചാണ് സ്വീകരിച്ചതും യാത്രയയച്ചതും. മകളെ രക്ഷിക്കാനുള്ള ആ തന്ത്രപ്പാടാണ് ഇതെല്ലാം എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിക്കുന്നു. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന കേസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ മനസ്സിലാകും. വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അത്രയ്ക്ക് ഗുരുതരമായ നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും സാധാരണക്കാരന്റെ മകളായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്ന് പറയണോ? അധികാരത്തിന്റെ മറപറ്റി അനധികൃതമായി പണം വാങ്ങുകയും അതിന് GST അടയ്ക്കുകയും ചെയ്തിരിക്കുന്നു. CMRL നൽകിയ സേവനത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആവശ്യപ്പെട്ടിട്ട് അത് നൽകാൻ പോലും കഴിഞ്ഞില്ല. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് AK ബാലനും MV ഗോവിന്ദനും. ഇരട്ടച്ചങ്കനുള്ള ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലുവിളിക്കുന്ന പിണറായി വിജയന് ഒന്നും
ഉരിയാടാതെ മാധ്യമങ്ങളെ പാത്ത് നടക്കുകയാണ്. ഇതെല്ലാം കണ്ട് സ്വർഗത്തിലിരുന്ന കോടിയേരി പുഞ്ചിരിക്കുന്നുണ്ടാവാം.